പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹൈറിച്ച് എന്ന പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരുപക്ഷെ ഈ വീഡിയോ മുഴുവൻ കാണാതെ ഈ ഹൈറിച്ചിന്റെ പ്രവർത്തകർ അതങ്ങനെയാണ്, എടുത്തുചാട്ടക്കാരാണ്. ഇതിനു മുമ്പും അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയും ഒന്ന് എന്നെ തെറി വിളിച്ചേക്കാം, എന്നെ പൊങ്കാലയിട്ടേക്കാം, മറ്റു പല കാര്യങ്ങൾ ചെയ്തേക്കാം. എൻ്റെ ഫേസ്ബുക്ക് പോലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്. പക്ഷെ അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നുമുണ്ട്. ഈ കമ്പനി പൂട്ടുന്നതിന് മുമ്പ്, അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള സൊല്യൂഷൻ, അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് എന്ന് ഈ കമ്പനിയെ അറിയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ആ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവർ എന്നെ ആക്ഷേപിച്ചു പറഞ്ഞു വിട്ടു, ഞങ്ങളിത് കുറെ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾക്കിത് അറിയാവുന്നതാണ്, ഞങ്ങൾക്ക് ഇപ്പുറത്ത് ലീഗലായിട്ട് കുറെ ആൾക്കാർ ഇപ്പുറത്തുണ്ട്, അവർ നോക്കിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തായി? ആദ്യം അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, പിന്നെ കമ്പനി പൂട്ടി. ഞാൻ ഈ കമ്പനി പൂട്ടിയതിൽ സന്തോഷിക്കുന്ന ഒരാളല്ല. ഈ കമ്പനി എന്നല്ല, ഒരു കമ്പനിയും പൂട്ടുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളല്ല. കാര്യം എനിക്കുമുണ്ട് പല പ്ലാറ്റ്ഫോമുകളും. ഒരാൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇവിടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ജനങ്ങളെ സാമ്പത്തികമായി സമുദ്ധരിപ്പിക്കാനുള്ള ശേഷിയില്ലാതെ കൈയിട്ട് വാരാനും അവരവരുടെ കുടുംബം നോക്കാനും മാത്രം നോക്കിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ കാര്യം നോക്കാൻ ജനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മറ്റാരേക്കാളും ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വഴിക്ക് തന്നെ നീങ്ങുന്നത്, എൻ്റെതായ വഴിക്ക് നീങ്ങുന്നത്. ആ കാര്യം കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു വിഷയം മണത്തെറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അത് ഹൈറിച്ചിനെ അറിയിച്ചത്. ഹൈറിച്ചിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ചില കമ്പനികളുടെയൊക്കെ മെന്ററായിരുന്നു. അതിൽ അവസാനം ഞാൻ മെന്റർ ചെയ്തിരുന്നൊരു കമ്പനി ഇപ്പോൾ അത് മണി ചെയിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് അത് മര്യാദയ്ക്ക്, ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മര്യാദയ്ക്കാണ് വർക്ക് ചെയ്തിരുന്നത്. ആ കാലത്ത് ഹൈറിച്ച് എന്താണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഹൈറിച്ച്, ഇത് പൂട്ടുന്നതിന് തൊട്ടുമ്പോൾ ഹൈറിച്ചിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയത്. കാരണം ഒരുപാട് പേർ അതിൽ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു വിഷയമുണ്ട്. ആ വിഷയം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അധികം വൈകാതെ അത് പൂട്ടും, അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അവരെ ബന്ധപ്പെട്ടത്. അത് എനിക്ക് മനസ്സിലായത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഈ വിഷയം ഉണ്ടായതാണ്. ഹൈക്കോടതിയിൽ ഉത്തരവ് വന്നതാണ്, കമ്പനി പൂട്ടിയതാണ്. ഓഫീസ് പൂട്ടി, പോലീസ് വന്ന് ഓഫീസ് പൂട്ടി സീല് ചെയ്തു, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇത് രണ്ടും ചെയ്ത ശേഷം കൃത്യം നാലാമത്തെ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചുകൊണ്ട് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ മെന്ററാണ് ഞാൻ. അതെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ആ രീതിയിൽ തന്നെ ഹൈറിച്ചിനെ നിലനിർത്താനും, ആ ഹൈറിച്ചിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് 100% നിയമപരമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ആ നിലയിൽ പോകുന്നത് പോട്ടെ, കേരളം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ, പ്രവർത്തിക്കുന്നവർ രക്ഷപ്പെടട്ടെ എന്ന് കരുതി അന്ന് സഹായിക്കാൻ ചെന്ന എന്നെ തെറി വിളിച്ച പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ ഹൈറിച്ച്. അതിനുശേഷം ഇതിൽ നഷ്ടപ്പെട്ടവരുടെ പണം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പല വീഡിയോകളും ഞാൻ ചെയ്തു. ആ വീഡിയോകളുടെ ഫലമായിട്ട് പല കംപ്ലൈന്റുകളും പുതിയ പരാതികളും ഹൈറിച്ചിനെ കുറിച്ച് വന്നു. പക്ഷെ അതൊക്കെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്നെ തെറി വിളിക്കുന്നതിന് മുമ്പ് ഹൈറിച്ചിൽ ഇതിന് പരിഹാരമുണ്ട്. നിങ്ങൾ ഇങ്ങനെ സമരം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ പ്രകടനം നടത്തി, ഇങ്ങനെ പ്ലക്കാർഡും പിടിച്ച് നടന്നിട്ടോ ബാനറും വെച്ചുകൊണ്ട് ഹൈറിച്ച് തുറക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം ഇത് മറ്റു ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതൊക്കെ ഞാൻ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ തെറി വിളിച്ച് മോശം, ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് അഹങ്കരിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ഇത് പരിഹരിക്കാൻ കഴിയും. അത് പരിഹരിച്ചുകൊണ്ട് കോടതിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രസ്ഥാനം തുറക്കും. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് വേണ്ടത്. നമ്മൾ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിന് വേണ്ട തെളിവുകളാണ് വേണ്ടത്. ഇവിടെ ആരെങ്കിലും ഒരു വ്യക്തി പരാതി കൊടുത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ ഇവിടെ പിണറായി സർക്കാർ ഹൈറിച്ചിനെ പൂട്ടാൻ നടന്നത് കൊണ്ടോ, നരേന്ദ്രമോദി സർക്കാർ പൂട്ടാൻ വന്നതുകൊണ്ടൊന്നും അല്ല ഹൈറിച്ച് പൂട്ടിയതെന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട ഹൈറിച്ചിന്റെ പ്രവർത്തകർ മനസ്സിലാക്കുക. ആ സമയത്ത് ഒത്തിരി കമ്പനികൾ അന്വേഷിച്ചിരുന്നു. ആ അന്വേഷിച്ചതിൽ ഹൈറിച്ച് എന്ന കമ്പനിയിലെ ഒരു പ്രത്യേക പാർട്ടി, ഞാൻ വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ പാർട്ടിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഈ കമ്പനിയുടെ MDക്ക് കഴിയില്ല, ഇപ്പോഴും കഴിയില്ല. ആ ഭാഗമാണ് ഞാൻ ശരിയാക്കണം എന്ന് കരുതിയിട്ട് ഹൈറിച്ചുമായി ബന്ധപ്പെട്ടത്. ഒരു കാര്യമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കമ്പനിയിൽ ഞാൻ മെന്ററായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹൈറിച്ച് പ്രസ്ഥാനം 600-700 ചെറിയ രൂപയ്ക്ക് മാത്രമുള്ള ഒരു
ഒരു നെറ്റ്വർക്ക് കമ്പനിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. ജോയിനിങ് ചെയ്തിട്ട് ചെറിയ വരുമാനം മാത്രം കിട്ടുന്ന ഒരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യുക. ജോയിനിങ് ഇല്ല, വളരെ തകർച്ച എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു നെറ്റ്വർക്ക് കമ്പനി ഉണ്ടല്ലോ, ആ നിലയിൽ നിന്നൊരു അവസരമാണ്. അവിടെ ഈ ഹൈറിച്ചും ഈ പറഞ്ഞ കമ്പനിയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പർസോ എന്ന പേരിൽ ആലുവ സ്വദേശിയായിട്ടുള്ള ഒരാൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. ആ പ്രസ്ഥാനത്തിൽ ഹൈറിച്ചും മറ്റേ കമ്പനിയും കൂടെ ചേർത്തിട്ട്, ഈ രണ്ട് കമ്പനിയും കൂടെ ചേർത്തിട്ടാണ് അവർ ഈ പർസോ എന്ന് പേരിട്ടത്. രണ്ട് പ്രോഡക്റ്റ്, അതായത് ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ ഹൈറിച്ചിലും മെമ്പർഷിപ്പ് എടുക്കും, മറ്റേ കമ്പനിയിലും മെമ്പർഷിപ്പ് എടുക്കും. രണ്ട് സ്ഥലത്തു നിന്നുള്ള റവന്യൂ ഉണ്ട്. അത് ഇവരുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് കുറെ കാലം മുന്നോട്ട് പോയി. ഈ സമയത്ത് ഹൈറിച്ചിന്റെ കാര്യം വളരെ പരിതാപകരമാണ്. പക്ഷെ ഈ സമയം മുതൽ ഹൈറിച്ചിൽ ജോയിനിങ്, ചെറിയ രീതിയിൽ ജോയിനിങ് വന്നു തുടങ്ങി. പിന്നീട് ഈ മറ്റേ കമ്പനി, ഞാൻ മെൻഡറായിരുന്ന ആ കമ്പനി അവരുടെ പ്ലാൻ മാറ്റിയപ്പോൾ ഈ പർസോയിൽ ആ പറഞ്ഞ എമൗണ്ട് കറക്റ്റ് ആകാതെ വന്നു. അങ്ങനെയാണ് അത് നിന്നുപോയത്. അതുകൊണ്ട് ആ സമയത്ത് ഈ പറയുന്ന ഹൈറിച്ച് നെട്ടോട്ടം ഓടുന്നത്, അതായത് റവന്യൂ ഇല്ലാതെ നെട്ടോട്ടം ഓടുന്നതിന്റെ അവസ്ഥ എനിക്കറിയാം. അതിനുശേഷം ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ചു. കാരണം അതിന്റെ പോക്ക് നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പോകുന്നത് എന്നതുകൊണ്ട് ഒരു മണി ചെയിനിലേക്ക് ഒരു പ്രയാണം ആരംഭിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് പ്രൊഫൈൽ ഉണ്ടാക്കിയതാണ്. ആ പ്രൊഫൈൽ ചീത്തയാക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു. അതോടുകൂടി അത്തരത്തിലുള്ള ഫീൽഡ് ഒക്കെ ഞാൻ മറന്നു. പിന്നീട് എന്നെ ആരും ഒരു മെന്ററും ഒന്നിനും വിളിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് അവിടെ ഇട്ടു. ഇപ്പോഴുമുണ്ട്. 4 വർഷമായി ഞാനൊരു പ്ലാറ്റ്ഫോം നടത്തിക്കൊണ്ട് പോരുന്നു, ഒരു വിഷയമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ. കാരണം എനിക്കറിയാം ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഹൈറിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന ഇതേ ചോദ്യം, ഹൈറിച്ച് പൂട്ടുന്നതിന് മുമ്പ് ഹൈറിച്ചിനോട് ചോദിക്കപ്പെട്ട ചോദ്യം, അതിന് കൃത്യം 1 വർഷം മുമ്പ് എന്റെ കമ്പനിയോട് ചോദിച്ചതാണ്. അതിന് കൃത്യമായി എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലാതെ, ഇന്നത്തെ പോലെ ഒരു കോലാഹലങ്ങളും ഉണ്ടാകാതെ എന്റെ കമ്പനി മര്യാദയ്ക്ക് നടന്നു പോകുന്നതും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നതും. ഞാൻ ജയിലിലൊന്നുമല്ല. അത്തരത്തിലൊരു കമ്പനി ഉണ്ടെന്ന് ഞാൻ പ്രൊമോട്ടും ചെയ്യുന്നില്ല. കാരണം ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ആളല്ല. അത് ആരൊക്കെയോ ചേർന്ന് ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു. അതിലെന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും 100% അതിന്റെ റവന്യൂ ഞാൻ ചാരിറ്റിയിലേക്ക് വിനിയോഗിക്കുന്നു. ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്ന വരുമാനവും ഈ യൂട്യൂബ് റവന്യൂവും അതുപോലെ മറ്റു ചില പരിപാടികളുണ്ട്, അതെല്ലാം അതിന്റെ റവന്യൂ എടുത്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. കാര്യം ഇനി മറ്റൊരു കമ്പനിയിലേക്ക് മെന്ററായി വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കമ്പനി തുടങ്ങിയത് എന്ന് മാത്രം വിചാരിക്കാം. ഇനി നമുക്ക് ഹൈറിച്ചിന്റെ സൊല്യൂഷനിലേക്ക് വരാം. ഹൈറിച്ചിന്റെ യഥാർത്ഥ വിഷയം ഇതിൽ എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. പലരും കരുതിയിരിക്കുന്നത് ആരൊക്കെയോ പരാതി കൊടുത്ത് സർക്കാർ ഹൈറിച്ചിനെ പൂട്ടിയതാണെന്ന്. ഒരിക്കലല്ല, അങ്ങനെയല്ല സംഭവം. ഇതിൽ പരാതികൾ മിക്കതും വന്നിട്ടുള്ളത് ഹൈറിച്ചിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ്. പരാതി നോക്കിയാൽ മനസ്സിലാവും. അത്തരത്തിൽ ഒരു പരാതി വരുന്നതിന് കാരണം ഇത് പൂട്ടും എന്നുള്ള ബെഡ്സ് പ്രകാരമുള്ള ചില കാര്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കാനോ ഒന്നിനും സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ സമരക്കാർ കുറച്ചുപേര് വിളിച്ചു പറയുന്നത് കണ്ടു, GST അടയ്ക്കുന്ന കമ്പനി ഇല്ലീഗൽ ആണോ എന്ന്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് GST രജിസ്ട്രേഷൻ ആ സമയത്ത് എടുക്കുന്നതാണ്. അതിൽ നമ്മൾ ഇത്ര രൂപ GST എന്ന് പറഞ്ഞുകൊണ്ട് വൗച്ചറിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് GST വേറെ. GST ഉള്ള കമ്പനി മുഴുവൻ നിയമപരമായ കമ്പനിയാണ് എന്ന് വിശ്വസിക്കരുത്. അത് നിയമപരമല്ലാത്ത പ്രവർത്തനമാണ് അവർ നടത്തുന്നതെന്നുണ്ടെങ്കിൽ, GST പിരിക്കുന്നുണ്ടെങ്കിൽ GST പിരിക്കുന്ന GST അടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമപരമല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയുക തന്നെ വേണം. അതുകൊണ്ട് GST ഉണ്ട് എന്ന് കരുതി അത് നിയമപരമാണ് എന്ന് പറയരുത്, മണി ചെയിൻ അല്ല എന്നൊന്നും പറയരുത്. ഹൈറിച്ചിന്റെ വിഷയം എന്ന് പറയുന്നത് ഹൈറിച്ചിലെ 10,000 ഇൻറ്റു ഗുണിതങ്ങളുടെ ആ ഒരു വിഷയമാണ്. അതായത് പക്ക ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായി അധിക ലാഭം കൊടുക്കുന്ന, വലിയ ലാഭം കൊടുക്കുന്ന ഒരു എന്താ പറയാ മണി ചെയിൻ കമ്പനിയായാണ് ഹൈറിച്ച് വർക്ക് ചെയ്തത് എന്ന വസ്തുതയാണ്, നിശ്ചയിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ നിയമപരമാക്കാൻ വേണ്ടി ഹൈറിച്ചിലെ മെന്ററായിട്ടുള്ള ഏതോ പൊട്ടൻ, ഞാൻ അങ്ങനെ പറയാ, ഏതോ പൊട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള പൊട്ടത്തരം ഉണ്ടല്ലോ, അതിന് നിങ്ങളുടെ MD വീണുപോയതാണ്. ആ 10,000 രൂപ ലീഗലൈസ് ചെയ്യാനാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് ലീഗലൈസ് ചെയ്യാത്തിടത്തോളം കാലം ആ നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് നിയമപരമാക്കാത്തിടത്തോളം കാലം ഈ കമ്പനി തുറക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ സമരം നടത്തിയാലും തുറക്കാൻ പോകുന്നില്ല, എന്ത് ചെയ്താലും തുറക്കാൻ പോകുന്നില്ല. എന്താ ഇവിടെ പറ്റിയത്? വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ പറ്റിയെന്നുള്ളത്. നിങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ നിക്ഷേപത്തിന് വലിയ വരുമാനം കിട്ടുന്നുണ്ട്. ആ വരുമാനം നിങ്ങളുടെ കച്ചവടത്തിലൂടെ, ബിസിനസ്സിലൂടെ, OTT പ്ലാറ്റ്ഫോമിലൂടെ അതിന്റെ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിയമപരമായി പറയാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ OTT പ്ലാറ്റ്ഫോമിൽ എത്ര വീഡിയോ ഉണ്ട്? ഒന്ന് നോക്ക്. നിങ്ങൾ ആ സമയത്ത് അറിയാമല്ലോ എത്ര വീഡിയോ ഉണ്ട്, എത്ര സിനിമയുണ്ട്, അല്ലെങ്കിൽ എത്ര വീഡിയോകളുണ്ട് എന്നുള്ളത്. അതിൽ എത്ര വ്യൂസ് ഉണ്ട്, എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ട്. ഒന്ന് ചിന്തിച്ചാൽ എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ട്, അതിലെത്ര റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ റവന്യൂവിന്റെ ലാഭവിഹിതമാണല്ലോ നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ എത്ര സെയിൽ നടക്കുന്നുണ്ട്,
റിയൽ സെയിൽ, വ്യാജ സെയിൽ അല്ല പറയുന്നത്. എത്ര സെയിൽ നടക്കുന്നുണ്ട്, ഇൻവോയ്സ് അടിക്കാൻ പറ്റുന്ന സെയിൽ എത്ര നടക്കുന്നുണ്ട്, ആ സെയിലിനനുസരിച്ചുള്ള റവന്യൂ അല്ല ഇതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പുറത്തെ ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ മറവിൽ 10,000 വെച്ച്, 10,000ന്റെ ഗുണിതങ്ങൾ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നതാണ്. 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾ എനിക്കറിയാം, 18 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾ എനിക്കറിയാം, 17 അറിയാം, 8 അറിയാം, 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ നല്ല രീതിയിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്. അത് കിട്ടും. കാരണം ഇവിടെ ഈ ഹൈറിച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ സമരക്കാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഒരാളെ പരാതിക്കാർ കൊണ്ടുപോവാ, ഹൈറിച്ചിൽ നിന്ന് പരാതിക്കാരെ കൊണ്ടുപോകാന്നാണ്. കിട്ടില്ലെന്നേ, പരാതിക്കാരെ കിട്ടില്ല. കാരണം അതിൽ മാന്യമായി ഇവർ കൊടുക്കുന്ന അനുസരിച്ചുള്ള റവന്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റവന്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 രീതിയിലേ പറ്റുള്ളൂ. ഒന്നുകിൽ കള്ളപ്പണം, ആരുടെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇവർ ബാക്കെൻഡിലൂടെ പണം വാങ്ങുന്നു. അതായത് നിങ്ങൾ ID 10,000 രൂപയുടെ ID ഉണ്ടല്ലോ, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന വൗച്ചർ എന്ന് പറയുന്ന ID, ആ IDന്റെ സ്ഥാനത്ത് കള്ളപ്പണം IDകളായി വാങ്ങിയിട്ട് അതിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രം വൈറ്റ് മണിയായി തിരിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതിന്റെ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ തരുന്നു. അങ്ങനെയാകാം. അതല്ല എന്നുണ്ടെങ്കിൽ പക്കാ മണി ചെയിൻ, അതായത് ഒരാളുടെ നിന്ന് പണം വാങ്ങുന്നു, ആദ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന പലതും പൂട്ടിപ്പോയിട്ടുണ്ട്. പിന്നീട് DMG മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി, എത്ര കമ്പനികൾ. ഇപ്പോ അവസാനം ഒരു അൽമുക്താദർ കമ്പനി ഉണ്ടല്ലോ, ജുവലറി, അവർ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, അതുവരെ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് അത് നിലനിൽക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ പണം വെളുപ്പിക്കേണ്ട ആവശ്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള കമ്പനികളാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും ഇത്രയധികം റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും, അല്ലെങ്കിൽ സംസ്ഥാനത്തെ കേന്ദ്ര ഏജൻസികളുടെ പാർട്ടുകൾ അന്വേഷിക്കും. ആ അന്വേഷണം ഒരു കാലത്ത് എന്റെ കമ്പനിയിലേക്കും വന്നിരുന്നു. എന്റെ കമ്പനിയിൽ ചില ഡോക്യുമെന്റ് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇതേ അവസ്ഥ ഇതിന്റെ പ്രാഥമിക ഫോമിൽ, അതായത് ഒരു ബീറ്റാ വെർഷനിൽ ഒരു സംഭവം നടന്നിരുന്നു എന്റെ കമ്പനിയിൽ. അന്ന് ഞാൻ ഡിസ്കൗണ്ട് വൗച്ചർ എന്നൊരു പദ്ധതി വെച്ചിരുന്നു ഞാൻ. അത് പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമപരിഷ്കാരം വന്നപ്പോൾ അത് പ്രീപെയ്ഡ് വൗച്ചറായി മാറിയത് ഞാൻ അറിഞ്ഞില്ല, പ്രീപെയ്ഡ് കാർഡായി മാറിയത്. ഒരുപക്ഷെ എന്റെ കമ്പനി ആയതുകൊണ്ടും ഞാൻ തന്നെ അതിന്റെ മെന്റർ ആയതുകൊണ്ടും ആ ബിസിനസ് മേഖലയിലേക്ക്, അതിന്റെ ആ നിയമ മേഖലയിലേക്ക് ഞാൻ പോയില്ല എന്നതുകൊണ്ടാണ് ഞാൻ അറിയാതെ വന്നത്. എന്റെ പേയ്മെന്റ് ഗേറ്റ്വേ ബ്ലോക്ക് ആയപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. 2-3 ദിവസം കൊണ്ട് ഞാനത് മാറ്റി, നിയമപരമാക്കി മാറ്റിയ പ്ലാറ്റ്ഫോം. അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാതെ ഇന്നും ആ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇവിടെ ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 10,000 രൂപ ഗുണിതങ്ങളായി നിങ്ങൾ കൊടുക്കുന്ന ലക്ഷങ്ങളുണ്ടല്ലോ, ആ ലക്ഷങ്ങൾ നിയമപരമാക്കണം. അത് നിയമപരമല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ബഡ്സ് ആക്ടിന്റെ കീഴിൽ വന്നത്. ബഡ്സ് ആക്ടിന്റെ കീഴിൽ വന്നത് കൊണ്ടാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് പരാതി കൊടുത്തിട്ടോ മറ്റൊരു കാര്യമില്ല എന്ന് പറയുന്നത്. ഈ പണം തിരിച്ചു കിട്ടാനായി, കമ്പനി ഇനി തുറക്കില്ല എന്നുണ്ടെങ്കിൽ പണം തിരിച്ചു കിട്ടാനായി പരാതി കൊടുക്കേണ്ടത് കളക്ടറേറ്റിലാണ്. ബഡ്സ് നിയമവുമായി ബന്ധപ്പെട്ട് പോർട്ടലുകളുണ്ട്, അവിടെയാണ്. ഇനി അങ്ങനെ പോർട്ടൽ ഇല്ല എന്നുണ്ടെങ്കിൽ കളക്ടറേറ്റ് പോയി കഴിഞ്ഞാൽ സൗകര്യം ചെയ്ത് കിട്ടും. അതാണ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകൾ പറഞ്ഞത്. അത് പ്രകാരം കുറച്ച് പരാതികൾ വന്നിട്ടുണ്ട്. അവർക്ക് പണം തിരിച്ചു കിട്ടുകയും ചെയ്യും. അതിനുള്ള പണം കമ്പനിയുടെ ട്രഷറിലേക്ക് വരുന്നുണ്ട്. ഏതായാലും 200 കോടിയോളം രൂപ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഈ കമ്പനി പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റും. അതിന് ഇത്തരത്തിലുള്ള സമരം നടത്തിയിട്ട് കാര്യമല്ല. ഇത് അറിയുന്ന ആൾക്കാരുണ്ട്. ആ അറിയുന്ന ആൾക്കാരുമായി നിങ്ങൾ സമീപിച്ചാൽ, മാന്യമായി സമീപിച്ചു കഴിഞ്ഞാൽ അവരിത് പരിഹരിച്ചു തരും. കോടതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്പനി നിയമപരമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് കോടതിയിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മതി. അങ്ങനെ ഒരു പേപ്പർ കൊണ്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ A to Z, അതായത് നിങ്ങളെ 10,000 രൂപ ഗുണിതങ്ങളായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമുണ്ടല്ലോ, ആ പണത്തിന്റെ കണക്കടക്കം, അതിന്റെ ഉപയോഗം അനുസരിച്ച് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതനുസരിച്ച് വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കി, ഒരു ചാർട്ട് ഉണ്ടാക്കി, അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ അത് അപ്ലൈ ചെയ്ത് അതിന്റെ തെളിവടക്കം നിങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ കമ്പനിയിൽ നടക്കുന്നില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഈ കോടതി അനുമതി തരും പ്രവർത്തിക്കാൻ. അതേ ഇവിടെ മാർഗമുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകാൻ പറ്റില്ല. പോകാൻ പറ്റാത്തത് 10,000 രൂപയുടെ ഗുണിതങ്ങളായി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നു. പറയുന്നത് പർച്ചേസ് വൗച്ചർ ആയിട്ട് വാങ്ങുന്നു എന്നാണ്, ഐഡി ആയിട്ട് വാങ്ങുന്നു എന്നാണ്, ഡിജിറ്റൽ ID ആയിട്ട് വാങ്ങുന്നു. എന്തെങ്കിലും ഒന്ന് ഡിജിറ്റൽ ID എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമാകുന്നില്ല. അതിന് കൊടുക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ പിടുത്തപ്പെട്ട ലാഭമാണ്. എന്തുകൊണ്ടാണ് ഹൈറിച്ചിൽ ഇത്രയധികം ആൾക്കാർ വന്നത്? ആൾക്കാർ വരുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു തുകയുടെ വലിപ്പം അനുസരിച്ച് വലിയ ലാഭം അവർക്ക് കിട്ടുന്നുണ്ട്. ഹൈറിച്ച് കൊണ്ട് ഒരുപാട് പേർ രക്ഷപ്പെട്ടു, ഒരുപാട് പേരുടെ പണവും പോയി. പണം പോകാൻ കാരണം ഇത് പൂട്ടിയത് തന്നെയാണ്, യാതൊരു സംശയമില്ല, പൂട്ടിയത് തന്നെയാണ്. ഹൈറിച്ച് ഇതുവരെ ഈ ഇൻവെസ്റ്റ് ചെയ്ത് ആരെയും പറ്റിച്ചിട്ടില്ല. ഒരാളെ പോലും പറ്റിച്ചതായിട്ട് കാണാനും കഴിയില്ല.
അതുകൊണ്ടാണ് ഹൈറിച്ചിൽ ഇത്രയധികം ആൾക്കാരുള്ളതെന്ന് എനിക്കറിയാം. നിങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ബോധ്യമുണ്ട് അയാൾ ആരെയും ഈ ഒരു കാര്യത്തിൽ പറ്റിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇത് കൊടുക്കാനുള്ള ഒരു ഒരു സാഹചര്യം മുടക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആൾക്കാരെ പണം പോകും. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഹൈറിച്ച് പൂട്ടിപ്പോയത് കൊണ്ടല്ല, ഹൈറിച്ചിനെ പൂട്ടിച്ചത് കൊണ്ടാണ്. അതും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇതിങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് 2 മാസം മുമ്പ് എനിക്ക് കൃത്യമായ ബഡ്സിന്റെ വിവരങ്ങൾ പല കമ്പനികളുടെയും ഡോക്യുമെന്റ് എടുക്കുന്നത് അറിഞ്ഞിട്ട്, കാര്യം അന്ന് പറയാൻ കാരണം ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. എന്റെ വണ്ടിക്ക് ബ്ലൂ ബോർഡ് ഉണ്ടായിരുന്നു. അത് കാര്യം നമുക്കൊക്കെ അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം കിട്ടും എന്നതുകൊണ്ടാണ് അന്ന് ഞാൻ അതിനെക്കുറിച്ച്, ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട്, നേരത്തെ ഞാൻ പ്രവർത്തിച്ചിരുന്ന ആ കമ്പനിയിൽ നിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അന്ന് ദരിദ്രത്തിൽ, ഈ ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ ഒരു ദാരിദ്ര്യാവസ്ഥയുണ്ട്, അതിൽ നെട്ടോട്ടം ഓടുന്ന പ്രതാപനെയും മറ്റും എനിക്ക് അറിയാവുന്നത് കൊണ്ട്, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ല, പക്ഷെ ഈ സംഭവങ്ങൾ അറിയാവുന്നത് കൊണ്ട് അതിൽ കുറെ ആൾക്കാർ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, അവരുടെ കമ്പനി പൂട്ടാതിരിക്കട്ടെ, അതിൽ ഇതേ നടക്കുള്ളൂ. ഇവിടെ സർക്കാർ നമുക്കൊന്നും മലമറിച്ച് തരാനൊന്നും പോകുന്നില്ല. നമ്മൾ ഉണ്ടാക്കി തന്നേ പറ്റൂ. നമ്മളെ പണം കൊടുത്തിട്ടല്ലേ, അതിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതല്ലേ, കുറച്ചധികം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ കരുതി അത് പൂർണ്ണമായി ലീഗലൈസ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമാണ്. അധികം വൈകാതെ അക്കൗണ്ട് ഫ്രീസ് ആകും, പിന്നെ കമ്പനി പൂട്ടും എന്ന് കൃത്യം 2 മാസം മുമ്പ് കമ്പനിക്ക് അറിയിപ്പ് കൊടുത്തു. ഇതൊക്കെ സംഭവിക്കുന്നതിന് കമ്പനി അറിയുന്നതിന് 2 മാസം മുമ്പ് കമ്പനിയെ അറിയിച്ച ആളാണ് ഞാൻ. 2 മാസം മുമ്പ് അങ്ങനെ അറിയിച്ചപ്പോ എന്നെ ആക്ഷേപിച്ചിട്ട് ഫോണില് കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഫോൺ എടുക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതാപന് കൊടുക്ക്, എന്നെ വിളിക്കാൻ പറയും. പ്രതാപന് ഒരു പക്ഷെ എന്നെ അറിയാമായിരിക്കും, ഒന്ന് വിളിക്കാൻ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ലീഡേഴ്സ് ആരോടെങ്കിലും പറയൂ, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഞങ്ങളിതൊക്കെ പഠിച്ചിരുന്നു. എന്താ ഇപ്പൊ പഠിച്ചില്ലേ? കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങി നടക്കേണ്ടി വന്നിട്ടില്ലേ? നിങ്ങളുടെ ലീഡർമാർ തന്നെയാണ് അത് നശിപ്പിച്ചത്. നിങ്ങളുടെ ലീഡർമാർ തന്നെയാണ്. എല്ലാം തികഞ്ഞ, എല്ലാം അറിയാവുന്ന കുറച്ച് ആൾക്കാർ. ഈ ദുനിയാവിൽ മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ കരുതരുത്. നിങ്ങളെ വിമർശിക്കുന്നവർ, നിങ്ങളെ നന്മ ആഗ്രഹിച്ച് വിമർശിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കമ്പനികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും അവരുടെ സ്റ്റാഫ് സെലക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കമ്പനികളൊക്കെ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ സർക്കാർ, ഇവിടുത്തെ സർക്കാർ ജനങ്ങളുടെ സാമ്പത്തിക സമുദ്ധാരത്തിന് വേണ്ടി ഒരു തേങ്ങ ഇവിടെ ചെയ്യുന്നില്ല. അത് ഇവിടുത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും മറ്റു സ്വകാര്യ കമ്പനികളും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെങ്കിൽ സ്വന്തമായി കുറെ യൂട്യൂബ് വീഡിയോകൾ ഉണ്ടാക്കി കുറെ യൂട്യൂബേഴ്സും കുറെ കാശുണ്ടാക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ഗൾഫിലേക്ക് കയറിയിട്ട് അവിടെ ചോര നീരാക്കി പണിയെടുത്തിട്ട് കുറച്ച് കാശുണ്ടാക്കുന്നുണ്ട്. അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരെ, ജനങ്ങളെ, ചെറുപ്പക്കാരെയും സാമ്പത്തികമായി വളർത്താൻ വേണ്ടി ഒരു പിണ്ണാക്കും ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഹൈറിച്ചിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണമെന്ന് പറയുന്നത്. പക്ഷെ അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈഗോയൊക്കെ കൂടെ മാറ്റി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങ്. ഞാൻ സഹായിക്കാം, ഞാൻ ഇപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ അന്നായിരുന്നെങ്കിൽ വളരെ ചെറിയ ചെലവിൽ നമുക്ക് സാധിക്കാവുന്നത്. പക്ഷെ ഇന്ന് അത്യാവശ്യം വലിയ ചെലവിലേ സാധിക്കൂ. കാരണം ഇപ്പൊ പൂട്ടിക്കിടക്കാണ്, അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കാണ്. പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നതിന് മുമ്പ് 4-5 ദിവസം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നത്. ഞാനിത് പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനി അന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് ആ കമ്പനി പൂട്ടി, ഓഫീസ് സീൽ ചെയ്തു. അതിനുശേഷം പിന്നീട് 4 ദിവസം കൊണ്ട് ആ കമ്പനി എം ഡിയും മറ്റ് 2-3 പേരും ചേർന്നിട്ട് മഞ്ചേരിയിൽ എന്റെ ഓഫീസിൽ വന്നു. അവരെയും കൂട്ടി ഞാൻ എന്റെ വക്കീലിന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ ഇരുന്നുകൊണ്ട് കൃത്യമായി ഞാൻ ഒരു സ്ട്രക്ചർ വരച്ചു കൊടുത്തു. ആ വരച്ചു കൊടുത്ത സ്ട്രക്ചറും പ്രകാരം എന്തെങ്കിലും നിയമപരമായ വിഷയങ്ങളുണ്ടോ എന്ന് വക്കീലും ഒന്ന് കൺസൾട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് 4 ദിവസം കൊണ്ട് സോഫ്റ്റ്വെയർ ടീമിനെ ഇരുത്തി അവരുടെ വെബ്സൈറ്റിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങൾ വരുത്തി ഞങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അത് ഇവിടെ ഇനിയും സാധ്യതയുണ്ട്. ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് പൂട്ടിയത്? ഈ പരാതി കൊടുത്തോണ്ടാ? അല്ല. ഇത് ബഡ്സ് പ്രകാരം വലിയ കുറ്റമാണ് ഹൈറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10,000 രൂപയുടെ ഗുണിതങ്ങളായി ആൾക്കാരിൽ നിന്ന് പണം വാങ്ങുന്നു. പണം വാങ്ങിയിട്ട് കമ്പനിയിലെ വരുമാനത്തെക്കാൾ കൂടുതൽ, അതിൽ കൊടുക്കാൻ കഴിയുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ റവന്യൂ പുറത്തേക്ക് കൊടുക്കുന്നു. അഥവാ നിങ്ങൾ കൊടുക്കുന്ന GST ഉണ്ടല്ലോ, ആ GST എമൗണ്ടിനേക്കാൾ എത്രയോ കൂടുതലാണ് കൊടുത്തുകൊണ്ടിരുന്ന ലാഭം. ഇത് തമ്മിലൊന്നും മാച്ച് ചെയ്യിക്കാൻ നിങ്ങളുടെ ആൾക്കാർക്ക് സാധിച്ചില്ല. എല്ലാ ഭാഗവും നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. വീഡിയോ അല്പം വലുതായെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. ഇത് ലീഗലൈസ് ചെയ്ത് പറ്റൂ. പൂർണ്ണമായി നിയമപരമാക്കി മാറ്റിയ ശേഷം വെബ്സൈറ്റ് റൺ ചെയ്യിക്കുക. വെബ്സൈറ്റ് റൺ ചെയ്യിച്ചുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എടുത്ത്, സ്ക്രീൻഷോട്ട് അടക്കം മുഴുവൻ കാര്യങ്ങളും എടുത്ത്, അതിന്റെ വർക്ക് പ്രോസസ് മുഴുവൻ എടുത്തുകൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി അനുകൂലിക്കും. കോടതി പറയും തുറന്ന് പ്രവർത്തിക്കാൻ. അക്കൗണ്ട് ഫ്രീസിംഗ് ഒക്കെ മാറും, എല്ലാ പ്രശ്നങ്ങളും മാറും. പക്ഷെ കോടതി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100% നിയമപരമായി തന്നെ ആയിരിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സമരം നടത്തുന്ന ആൾക്കാർക്ക് അറിയാം,
അവരെ കമ്പനി വഞ്ചിച്ചിട്ടില്ല. അവരുടെ നേതാക്കൾ, അവരുടെ ലീഡേഴ്സ് ആയിട്ടുള്ളവർ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയൂ. പക്ഷെ അതിനപ്പുറം മറ്റു പല കാര്യങ്ങളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. എന്നെ ചീത്ത വിളിച്ചിട്ടൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ഈ പറയുന്നത് പ്രവർത്തിച്ചിട്ടല്ലാതെ ഈ കമ്പനി ഒരു കാലത്തും തുറക്കാൻ പോകുന്നില്ല. ഇത് അന്നും ഞാൻ പറയുന്നു, ഇന്നും പറയുന്നു. ഈ സമരം നടത്തിയിട്ടോ ഇങ്ങനെ സിന്ദാബാദ് വിളിച്ചിട്ടോ ഇങ്ങനെ പ്ലക്കാർഡ് പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. 10,000 രൂപയും അതിന്റെ ഗുണിതങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആ എമൗണ്ട് കളക്ട് ചെയ്തതിനെ ഒന്ന് ലീഗലൈസ് ചെയ്യണം. നിങ്ങൾ OTT പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഈ ഹൈറിച്ചിന്റെ ഓൺലൈൻ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൽ നടക്കുന്ന സെയിലിന്റെ എത്രയോ കൂടുതലാണ് നിങ്ങൾ കൊടുക്കുന്ന കമ്പനി നിങ്ങൾക്ക് തരുന്ന പ്രോഫിറ്റ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മാച്ച് ചെയ്യാത്തത് കൊണ്ടാണ് ബഡ്സ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് പ്രശ്നം വന്നത്. അത് പരിഹരിക്കാതെ എന്തിന് നിങ്ങൾ ആ 10,000 വാങ്ങണോ, എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നു എന്നത് പരിഹരിച്ച് കൊടുക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതണ്ട. കുറച്ച് സമയമെടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതിന്റെ താഴെ വന്നിട്ട് ഞങ്ങൾ അത് ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ തെരുവിളിക്കാൻ ആളുണ്ടോ? എനിക്കറിയാം ആളുണ്ടാവും എന്നുള്ളത്. നിങ്ങൾക്ക് പോയി, അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. Different angles. Don't forget to subscribe and support this channel.